വലത്തോട്ട് അത്തറ് പിന്നെ തുപ്പാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല. അത് മലക്കിന് ഇഷ്ടമാണ്. അപ്പൊ വലത്തോട്ട് തുപ്പരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പാൻ പറ്റൂല, കാരണം നമ്മളെ തുപ്പൽ ആജാതി തുപ്പലാണ്. അതേ സമയത്ത് ഹബീബായ ത്വഹ റസൂലുള്ളാഹി അള്ളാന്റെ റസൂലിന് ഈ നിയമം ഉണ്ടാവോ? എവിടെ ഉണ്ടാകാൻ കാരണം അള്ളാന്റെ റസൂൽ തുപ്പണ സമയത്ത് സ്വഹാബാക്കൾ ഇരുകരം നീട്ടി സ്വീകരിക്കുകയാണ്. അത് സുഗന്ധാണ്, അത് നല്ല അത്തറാണ്, അംബറാണ്, മിസ്കാണ്, അതിന്റെ മീതയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചറക്കണ ആൾക്കാരാ മലായിക്കത്ത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചറക്കണ ആൾക്കാരാ മലായിക്കത്ത്. അപ്പൊ ഒരു വലിയ വലത്തോട്ട് തുപ്പിയ അപ്പൊ കണ്ടോ, നമ്മളെ ഈ തുപ്പല് അങ്ങോട്ട് കിയാസാക്കിയിട്ട് ഒറ്റ പിടി വലത്തോട്ട് തുപ്പിയ അയാൾ ശൈഖല്ല. ഇതാണ് ഉസൂലുൽ ഫിഖ്, ദീനിന്റെ ഉസൂലുദ്ദീൻ പഠിക്കണം. അതെ, ഞാനതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ കുറെ പറയിച്ചു തന്നെ. ചിലപ്പോ ചില ആൾക്കാർ നിന്ന് മൂത്രമൊഴിക്കാൻ നമ്മൾ പറയാ, നിന്നിട്ട് മൂത്രമൊഴിക്കാനേ പാടില്ലാത്തുള്ളൂ അല്ലേ? പക്ഷെ ഈ ലിംഗത്തിലൂടെ പോരുന്നതൊക്കെ മൂത്രാക്കല്ലേ, അതിലെ പോരിനൊക്കെ നജസ. അങ്ങനെയാണെങ്കിൽ മനീകിപ്പം ത്വാഹിറല്ലേ? മൂത്രാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി, ഫിസിക്സ് വകുപ്പ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. ഒരു ചായ ഉണ്ടാക്കാടുക്കണ വെള്ളം ഏതാണ്? അതിന് നമ്മൾ H2O എന്നൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പൊ 3 ഹൈഡ്രജനും 2 ഓക്സിജനും ഒക്കെ ആയാൽ വെള്ളമാകൂല, വേറെ എന്തെങ്കിലും ആവും. അപ്പൊ ഇതിന്റെ രാസവാക്യൊക്കെ ഞാൻ കുടിച്ചില്ല കേട്ടോ. ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതും ഉണ്ടാവും. ഇതുപോലെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപരമായിട്ടുള്ള ഒരു രാസവാക്യം ഉണ്ടാവും. അള്ളാന്റെ ഔലിയാക്കൾ വല്ല മൂത്രമൊഴിച്ച് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ആ H2O മറ്റുള്ളത് നിൽക്കൂല, അല്ലെ H2O ഉണ്ടാകുക. മൂത്രത്തിന്റെ രാസവാക്യം നോക്കൂല. ഞാൻ അതൊക്കെ പോട്ടെ, അതൊക്കെ വലിയ പരിശോധന. നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യല്? മൂത്രത്തിൻ്റെതായ ഒരു മണം ഉണ്ടാവും. അള്ളാന്റെ ഔലിയാക്കൾ അങ്ങനെ ആരെങ്കിലും മുമ്പ് നിന്ന് കണ്ടിട്ടെങ്കിൽ ഒന്ന് മണുണ്ടോ നോക്കിയുണ്ട്. ഒരു കുട്ടി മൂത്രമൊഴിച്ച് ആ പരിസരത്ത് കടക്കാൻ പറ്റൂ? നമ്മളെ അനുഭവത്തിൽ അങ്ങനെയുള്ള പലർക്കില്ലേ, കണ്ട അനുഭവസ്ഥരില്ലേ? വാസനല്ലോ, പിന്നെ എങ്ങനെ നമ്മളതിന് മൂത്രം എന്ന് പറയല്? അപ്പൊ നമ്മളതിന് യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ നിന്ന് മൂത്രം വെച്ചിട്ട് തന്നെയില്ല. അവരെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം അന്ന തട്ടിപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ പുറത്തു നള്ളി. എന്തേ? ഞാനതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ കുറെ പറയിച്ചരുത്. അപ്പൊ ഏതായാലും ഇങ്ങനെ പലതും നോക്കും. നമ്മൾ സിഗരറ്റിന്റെ വലിയ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നും ഹയാത്തുള്ള മഹാന്മാർ നോക്കി നിങ്ങൾ 100 എണ്ണം ഒരേ ഇരുത്തത്തിൽ അവർ വരിച്ചാലും അവിടെ സുഗന്ധാണുള്ളത്. അപ്പൊ തൊള്ളേക്ക് വെക്കണത് സിഗരറ്റാണ്, വരുന്നത് അത് വേറെ അത്തറാണ്. അവരുദ്ദേശിച്ച രൂപത്തിൽ അത് മാറ്റിയെടുക്കും. അള്ളാഹു അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നും അങ്ങനത്തെ ഹയാത്തിലുള്ള മഹാരഥന്മാരുണ്ട്. സംശയമുള്ളവരുണ്ടോ? അവര് വരി, അപ്പൊ നമ്മൾ കാണിച്ചു തരാം. ആ ചെങ്ങായിക്ക് വേറെ പടിയൊന്നുമില്ല, ഒരു സാധു, ഒരന്തംഗമ്മി, പാവം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവർ റമളാനിൽ വായയിലേക്ക് ഭക്ഷണം വെച്ചു. അപ്പൊ തന്നെ കുറെ ആൾക്കാർ പുറത്തുപോയി, നോമ്പ് മുറിഞ്ഞെന്ന് പറഞ്ഞിട്ട്. വായയിലേക്ക് ഭക്ഷണം വെച്ചോണ്ട് നോമ്പ് മുറിയില്ല, അത് വേറൊരു കാര്യം. ശരീഅത്തിന്റെ ലാഹിറിൽ തന്നെ മുറിയില്ല. ഹൽക്കിന്റെ കീപ്പെട്ടത് ഇറങ്ങണം, അത് ഭക്ഷണമുള്ള തടിയുള്ള വസ്തുവായിട്ട് ഇറങ്ങണം. അവരുടെ കറാമത്തിന്റെ പവർ കൊണ്ട് വായിലേക്ക് ഇറക്കിയ ഭക്ഷണം ഗ്യാസ് ആക്കിയിട്ട് ഇറക്കിയാലോ ശരീഅത്തിന്റെ ലാഹിർ തന്നെ മുറിയില്ല. പക്ഷെ റമളാനിൽ ആളുകളെല്ലാം മൂപ്പരെ ചുറ്റും കൂടിയപ്പം അവരുടെ നീക്ക് പോക്കിന് തടസ്സമാകുന്നു കണ്ടപ്പം മഹാനരായ അബൂ യസീദുൽ ബിസ്താമി അങ്ങനെ ചെയ്തു. അൻവരുസ്താന്റെ ക്ലിപ്പ് ഉണ്ടാക്കാവോ നടന്നാണ്ടാവും, അത് അവസാനിക്കണം, മതിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.